നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകേര്യം. ഇടവക്കൂറുകാർ ഒക്ടോബർ മാസം തൊഴിലിലും തൊഴിലിടങ്ങളിലും ശ്രദ്ധ വേണ്ടിവരുന്ന കാലമാണ്. തൊഴിലിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലിഭാരം, മാനസിക സമ്മർദ്ദം, ടെൻഷൻ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ജോലിസ്ഥലത്ത് അശ്രദ്ധ മൂലം മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. ആയതിനാൽ ശ്രദ്ധാപൂർവം തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കേണ്ടതാണ്. തൊഴിലിടങ്ങളിൽ വാക്ക്, സംസാരം എന്നിവയിൽ മിതത്വം പാലിക്കുക. മാനസിക പ്രയാസങ്ങൾ മൂലം തെറ്റായ വാക്പ്രയോഗങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ടതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്രകളോ ദീർഘദൂര യാത്രകളോ ഉണ്ടാകാം. യാത്രകളിൽ ജാഗ്രത പുലർത്തുക. പുതിയ തൊഴിലവസരങ്ങളോ നേട്ടങ്ങളോ സംഭവിക്കാം. പരിശ്രമത്തിലൂടെ പുതിയ തൊഴിൽ കണ്ടെത്താൻ അനുകൂലമായ സാഹചര്യമാണ്. തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കാം. വിദേശത്തും സ്വദേശത്തും തൊഴിലന്വേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയസാധ്യത ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പഠന വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയാൽ ഉദ്യോഗാർത്ഥികൾക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പഠനത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ആയതിനാൽ പഠനത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതായ സമയമാണ്. ടെൻഷൻ, അശ്രദ്ധ എന്നിവ മൂലം പഠനത്തിൽ നിന്നും വ്യതിചലിക്കാം. പഠനത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തിയാൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് തയ്യാറെടുക്കുന്നവർക്കും സമയം അനുകൂലമാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും. തൊഴിലുമായി ബന്ധപ്പെട്ട് ജോലി ഭാരം കൂടാനും സാധ്യതയുണ്ട്. തൊഴിലിൽ ടെൻഷൻ എന്നിവ സംഭവിക്കാം. പുതിയ ബിസിനസ് നടത്തുന്നവർക്ക് മാനസിക പ്രയാസങ്ങൾ, പിരിമുറുക്കം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നിന്ന് വരുമാനങ്ങളും നേട്ടങ്ങളും ലഭിക്കാം. ധനപരമായി മുന്നോട്ടു പോകാൻ കഴിയുന്ന സമയമാണ്. ധനനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനവിനിമയം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബാങ്ക്, പണമിടപാട് സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി ചെയ്യുന്നവർ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലവുകൾ വർദ്ധിക്കാം. വരവ് ചിലവുകൾ ക്രമപ്പെടുത്തി മുന്നോട്ടു പോകേണ്ടതാണ്. പാഴ്ചിലവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടവക്കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ട സമയമാണ് ഒക്ടോബർ മാസം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദര സംബന്ധമായ രോഗാവസ്ഥകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നിലവിൽ രോഗാവസ്ഥ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. രോഗചികിത്സകൾ, ഭക്ഷണം, വ്യായാമം, ഉറക്കം എന്നിവയിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. യാത്രകളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും ഒറ്റയ്ക്കുള്ള യാത്രകളിലും അശ്രദ്ധ, ടെൻഷൻ എന്നിവ സംഭവിക്കാൻ ഇടയുണ്ട്. ഇടവക്കൂറുകാരുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ സാരമായി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അസുഖങ്ങളോ രോഗസാധ്യതകളോ വന്നു ഭവിച്ചേക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ജാഗ്രത പുലർത്തുക. അവരുടെ ചികിത്സകൾ, റെഗുലർ ചെക്കപ്പ് എന്നിവയ്ക്ക് മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഒക്ടോബർ മാസ അവസാനങ്ങളിൽ ആരോഗ്യകാര്യവുമായി ബന്ധപ്പെട്ടവയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇടവക്കൂറുകാർക്ക് വിവാഹ ആലോചനകൾക്ക് ഗുണം ലഭിക്കാം. കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സംസാരത്തിൽ ശ്രദ്ധിക്കുക. മാനസിക പ്രയാസങ്ങൾ, ടെൻഷൻ എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ഈ മാസ അവസാനങ്ങളിൽ പ്രത്യേകം കുടുംബ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. മാനസിക പിരിമുറുക്കം, ടെൻഷൻ, മനോവിഷമങ്ങൾ എന്നിവ മൂലം പ്രയാസങ്ങൾ അനുഭവിച്ചേക്കാം. പ്രയാസകരമായ വിഷയങ്ങളിൽ നിന്നും
മാനസികാരോഗ്യം വർദ്ധിപ്പിച്ച് മുന്നോട്ടു പോകേണ്ട സമയമാണ് ഇടവക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ.